ഓം ശാന്തി 4/10/2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമാക്കി മാറ്റുന്നതിനായി സ്വയം ഭഗവാൻ നിങ്ങൾക്ക് ശ്രേഷ്ഠമതം നൽകുകയാണ്. ഇതിലൂടെ നിങ്ങൾ നരകവാസിയിൽ നിന്നും സ്വർഗവാസിയായി മാറുന്നു. ചോദ്യം: ദേവതയാകുന്ന കുട്ടികൾ വിശേഷമായും ഏത് കാര്യത്തിൽ ശ്രദ്ധ നൽകണം? ഉത്തരം: ഒരിക്കലും ഒരു കാര്യത്തിലും പിണങ്ങരുത്. മുഖം ജഡത്തെപ്പോലെ ആക്കരുത്. ആർക്കും ദുഃഖം നൽകരുത്. ദേവതയായി മാറണമെങ്കിൽ സദാ മുഖത്തിലൂടെ പൂക്കൾ വരണം. അഥവാ മുള്ളോ കല്ലോ വരികയാണെങ്കിൽ കല്ലെന്ന് മനസ്സിലാക്കും. വളരെ നല്ല ഗുണങ്ങൾ ധാരണ ചെയ്യണം. ഇവിടത്തെ തന്നെ സർവഗുണ സമ്പന്നരായി മാറണം. ശിക്ഷകൾ അനുഭവിക്കുകയാണെങ്കിൽ പിന്നെ നല്ല പദവി ലഭിക്കുകയില്ല. ഓം ശാന്തി. പുതിയ വിശ്വത്തിന്റെ അഥവാ പുതിയ ലോകത്തിന്റെ അധികാരിയായി മാറുന്ന ആത്മീയ കുട്ടികൾക്ക് ആത്മീയ അച്ഛനിരുന്ന് മനസ്സിലാക്കി തരികയാണ്. ബാബ വന്നിരിക്കുന്നത് പരിധിയില്ലാത്ത സമ്പത്ത് തരാനാണ് എന്നത് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ യോഗ്യരായിരുന്നില്ല. പറയുന്നു, അല്ലയോ പ്രഭു, ഞങ്ങൾ യോഗ്യരല്ല, ഞങ്ങളെ യോഗ്യരാക്കി മാറ്റൂ. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ മനുഷ്യരാണ്, ഈ ദേവതകളും മനുഷ്യരാണ്. പക്ഷെ ഇവരിൽ ദൈവിക ഗുണങ്ങളുണ്ട്. ഇവരെ സത്യം സത്യമായ മനുഷ്യർ എന്നാണ് പറയുന്നത്. മനുഷ്യരിൽ ആസുരീയ അവഗുണങ്ങൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മനുഷ്യരല്ല എന്ന് പറയുന്നു. പെരുമാറ്റം മൃഗങ്ങളെപ്പോലെ ആയിരിക്കും. ദൈവിക ഗുണങ്ങളില്ല, അതിനാൽ ആസുരീയ ഗുണം എന്ന് പറയുന്നു. ഇപ്പോൾ ബാബ വീണ്ടും വന്ന് നിങ്ങളെ ദേവതയാക്കി മാറ്റുന്നു. സത്യഖണ്ഡത്തിൽ വസിക്കുന്ന സത്യം സത്യമായ മനുഷ്യർ ഈ ലക്ഷ്മി നാരായണന്മാരാണ്. ഇവരെ ദേവത എന്നാണ് വിളിക്കുന്നത്. ഇവരിൽ ദൈവിക ഗുണങ്ങളുണ്ട്. പതിത പാവന വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ പാവനമായ രാജാക്കന്മാർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, പിന്നീട് പതിത രാജാക്കന്മാർ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന രഹസ്യങ്ങളൊന്നും അറിയില്ല. അത് ഭക്തി മാർഗമാണ്. ജ്ഞാനം മറ്റാരും അറിയുന്നില്ല. നിങ്ങൾ കുട്ടികൾക്ക് അച്ഛൻ മനസ്സിലാക്കി തരുന്നു, പിന്നീട് ഇങ്ങനെയാക്കി മാറ്റുന്നു. ഈ ദേവതകളും സത്യയുഗത്തിൽ കർമ്മങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ പതീത കർമ്മങ്ങൾ ചെയ്തിരുന്നില്ല. അവരിൽ ദൈവിക ഗുണങ്ങളുണ്ട്. മോശമായ കർമ്മങ്ങൾ ചെയ്യാത്തവർ തന്നെയാണ് സ്വർഗവാസിയാകുന്നത്. നരകവാസികളെ കൊണ്ട് മായ മോശമായ കർമ്മങ്ങൾ ചെയ്യിക്കും. ഇപ്പോൾ ഭഗവാനിരുന്ന് ശ്രേഷ്ഠ കർമ്മം ചെയ്യിക്കുന്നു. വീണ്ടും മോശമായ കർമ്മങ്ങളൊന്നും ചെയ്യരുത് എന്ന ശ്രേഷ്ഠ നിർദ്ദേശം നൽകുന്നു. ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായി മാറുന്നതിനായി ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ മതം നൽകുന്നു. ദേവതകൾ ശ്രേഷ്ഠമല്ലേ? വസിക്കുന്നതും പുതിയ ലോകമായ സ്വർഗത്തിലാണ്. ഇതും നിങ്ങൾ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് മനസ്സിലാക്കുന്നത്. അതിനാലാണ് 8ന്റെ 108ന്റെ 16,108ന്റെ എന്നിങ്ങനെ മാലയുണ്ടാക്കുന്നത്. ഇതുപോലും എത്രയായി? ഇത്രയും കോടി മനുഷ്യരുണ്ട്. അതിൽ നിന്നും 16,000 പേർ വന്നാൽ എന്തായി? 1/4% പോലും ആയില്ല. ബാബ കുട്ടികളെ എത്ര ശ്രേഷ്ഠമാക്കി മാറ്റുന്നു. ദിവസവും കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു, ഒരു വികർമ്മവും ചെയ്യരുത്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അച്ഛനെ ലഭിച്ചിരിക്കുന്നു, അതിനാൽ സന്തോഷിക്കണം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മെ പരിധിയില്ലാത്ത ബാബ ദത്തെടുത്തിരിക്കുന്നു. നാം ബാബയുടേതായി മാറിയിരിക്കുന്നു. ബാബയാണ് സ്വർഗത്തിന്റെ രചയിതാവ്. അതിനാൽ ഇങ്ങനെയുള്ള സ്വർഗത്തിന്റെ അധികാരിയായി മാറുന്നതിന് യോഗ്യരായി സർവഗുണ സമ്പന്നരായി മാറണം.
ഈ ലക്ഷ്മി നാരായണന്മാർ സർവഗുണസമ്പന്നരായിരുന്നു. ഇവരുടെ യോഗ്യതയെക്കുറിച്ച് പാടുന്നു. പിന്നീട് 84 ജന്മങ്ങൾക്ക് ശേഷം അയോഗ്യരായി മാറുന്നു. ഒരു ജന്മം താഴേക്ക് വന്നാലും കല അല്പം കുറയും. ഇങ്ങനെ പതുക്കെ പതുക്കെ കുറയുന്നു. എങ്ങനെയാണോ ഡ്രാമ ഒച്ചിനെ പോലെ ഇഴയുന്നത്, അതുപോലെ നിങ്ങളും പതുക്കെ പതുക്കെ താഴേക്ക് വരുന്നു. അപ്പോൾ 1250 വർഷത്തിൽ 2 കലകൾ കുറയുന്നു. പിന്നീട് രാവണ രാജ്യത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് കലകൾ കുറയും. ഗ്രഹണം ബാധിക്കുന്നു. സൂര്യനും ചന്ദ്രനും പോലും ഗ്രഹണം ബാധിക്കാറില്ലേ? ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗ്രഹണം ബാധിക്കുന്നില്ല എന്നല്ല, എല്ലാവർക്കും പൂർണമായും ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബാബ പറയുന്നു, ഓർമ്മയിലൂടെയേ ഗ്രഹണം നീങ്ങൂ. ഒരു പാപവും ചെയ്യരുത്. ആദ്യ നമ്പറിലുള്ള പാപം ദേഹാഭിമാനത്തിലേക്ക് വരിക എന്നതാണ്. ഇത് വളരെ വലിയ പാപമാണ്. കുട്ടികൾക്ക് ഈ ഒരു ജന്മത്തിൽ മാത്രമാണ് പഠിപ്പ് ലഭിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ലോകത്തിന് പരിവർത്തനപ്പെടണം. പിന്നീട് ഇങ്ങനെയുള്ള പഠിപ്പ് ഒരിക്കലും ലഭിക്കില്ല. വക്കീലാകാനുള്ള പഠിപ്പ് നിങ്ങൾ ജന്മജന്മാന്തരം പഠിച്ചു വന്നു. സ്കൂൾ എപ്പോഴുമുണ്ട്. ഈ ജ്ഞാനം ഒരു തവണ ലഭിച്ചു കഴിഞ്ഞു. ജ്ഞാനസാഗരനായ ബാബ ഒരേ ഒരു തവണയാണ് വരുന്നത്. ബാബ തന്റെയും തന്റെ രചനയുടെയും ആദി മധ്യ അന്ത്യ ജ്ഞാനം നൽകുന്നു. ബാബ എത്ര സഹജമായാണ് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ ആത്മാക്കൾ പാർട്ട്ധാരികളാണ്. ആത്മാക്കൾ തന്റെ വീട്ടിൽ നിന്നും വന്ന് ഇവിടെ പാർട്ട് അഭിനയിക്കുന്നു. അതിനെ മുക്തിധാമം എന്നാണ് പറയുന്നത്. സ്വർഗമാണ് ജീവൻ മുക്തി. ഇവിടെയാണെങ്കിൽ ജീവൻ ബന്ധനമാണ്. ഈ വാക്കുകളും യഥാർത്ഥ രീതിയിൽ ഓർമ്മിക്കണം. മോക്ഷം ഒരിക്കലും ഉണ്ടാകില്ല. മനുഷ്യർ മോക്ഷം ലഭിക്കണം എന്നാഗ്രഹിക്കുന്നു. അഥവാ വരുന്നതിൽ നിന്നും പോകുന്നതിൽ നിന്നും രക്ഷപ്പെടണം. പക്ഷെ പാർട്ടിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇത് അനശ്വരമായ പൂർവനിശ്ചിത നാടകമാണ്. ലോകത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും അതുപോലെ തന്നെ ആവർത്തിക്കും. സത്യയുഗത്തിൽ അതേ ദേവതകളാണ് വരുന്നത്. പിന്നീട് അവർക്ക് പിന്നാലെ ഇസ്ലാം, ബുദ്ധർ മുതലായ എല്ലാവരും വരും. ഇത് മനുഷ്യ വൃക്ഷമായി മാറും. ഇതിന്റെ ബീജം മുകളിലാണ്. ബാബയാണ് മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപം. മനുഷ്യ സൃഷ്ടി തന്നെയാണെങ്കിലും സത്യയുഗത്തിൽ വളരെ ചെറിയ വൃക്ഷമായിരിക്കും. പിന്നീട് പതുക്കെ പതുക്കെ വൃദ്ധി നേടുന്നു. ശരി, പിന്നീട് എങ്ങനെ ചെറുതാകും? ബാബ വന്ന് പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റണം. എത്ര കുറച്ചു പേരാണ് പാവനമായി മാറുന്നത്? കോടികളിൽ ചിലരെ വരൂ. അരക്കൽപ്പം വളരെ കുറച്ചു പേരെ ഉണ്ടാകൂ. അരക്കൽപ്പത്തിനുള്ളിൽ എത്രയധികം വൃദ്ധിയുണ്ടാകുന്നു. അതിനാൽ ഏറ്റവും വലിയ സമ്പ്രദായം ഈ ദേവതകളുടേതായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ആദ്യമാദ്യം വരുന്നത് അവരാണ്. പക്ഷെ മറ്റ് ധർമ്മങ്ങളിലേക്ക് പോകുന്നു. എന്തെന്നാൽ ബാബയെ മറന്നുപോയി. ഇത് മറവിയുടെ കളിയാണ്. മറക്കുന്നതിലൂടെ പാപ്പരായി മാറുന്നു. മറന്ന് മറന്ന് പൂർണമായും മറക്കുന്നു. ഭക്തിയും ആദ്യം ഒരാളുടേതാണ് ചെയ്തത്. എന്തുകൊണ്ടെന്നാൽ സർവരുടെയും സദ്ഗതി ചെയ്യുന്നത് ഒരേ ഒരാളാണെങ്കിൽ പിന്നെ എന്തിന് രണ്ടാമതൊരാളുടെ ഭക്തി ചെയ്യണം? ഈ ലക്ഷ്മി നാരായണന്മാരെ സൃഷ്ടിച്ചതും ശിവനാണല്ലോ. കൃഷ്ണൻ സത്യയുഗത്തിലെ രാജകുമാരനാണ്. എത്ര തെറ്റ് ചെയ്തിരിക്കുന്നു, ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, പിന്നെ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യൂ. എന്തെങ്കിലും വസ്തുവിനായി വഴക്കുണ്ടെങ്കിൽ അത് സമാപ്തമാക്കൂ. വഴക്കിട്ട് വഴക്കിട്ട് പ്രാണൻ പോകും. ബാബ പറയുന്നു, ഇവർ ഉപേക്ഷിച്ചപ്പോൾ ആരെങ്കിലും വഴക്കുണ്ടാക്കിയോ? കുറവാണ് ലഭിക്കുന്നതെങ്കിലും സാരമില്ല.
അതിനു പകരമായി എത്ര വലിയ രാജധാനി ലഭിച്ചു. ബാബ പറയുന്നു, എനിക്ക് വിനാശത്തിന്റെയും രാജധാനിയുടെയും സാക്ഷാത്കാരം ലഭിച്ചു. അപ്പോൾ എത്ര സന്തോഷമായി. നമുക്ക് വിശ്വത്തിന്റെ ചക്രവർത്തി പദം ലഭിക്കുന്നുവെങ്കിൽ പിന്നെ ഇതൊന്നും ഒന്നുമല്ല. ആരും വിശന്ന് മരിക്കില്ലല്ലോ. പൈസയില്ലാത്തവരും വയറ് നിറയ്ക്കുന്നുണ്ടല്ലോ. മമ്മ എന്തെങ്കിലും കൊണ്ടുവന്നോ? മമ്മയെ എത്ര ഓർമ്മിക്കുന്നു. ബാബ പറയുന്നു, ഓർമ്മിക്കുന്നുണ്ട്, ഇത് ശരിയാണ്. പക്ഷെ ഇപ്പോൾ മമ്മയുടെ നാമരൂപത്തെ ഓർമ്മിക്കരുത്. നമുക്ക് മമ്മയെപ്പോലെ ധാരണ ചെയ്യണം. നമുക്കും മമ്മയെപ്പോലെ നല്ലതായി മാറി ഗതിയിലിരിക്കാൻ യോഗ്യരാവണം. മമ്മയുടെ മഹിമ പാടുന്നത് കൊണ്ട് മാത്രം ആയിത്തീരാൻ പറ്റില്ല. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കണം. മമ്മയെപ്പോലെ ജ്ഞാനം കേൾപ്പിക്കണം. മമ്മയുടെ മഹിമയ്ക്കുള്ള തെളിവുണ്ടാകുന്നത് നിങ്ങളിപ്പോൾ മഹിമയ്ക്ക് യോഗ്യരായി മാറിക്കാണിക്കുമ്പോഴാണ്. മമ്മ മമ്മ എന്ന് പറയുന്നത് കൊണ്ട് മാത്രം വയറ് നിറയില്ല. ഈ ദാതയെ ഓർമ്മിക്കുന്നത് കൊണ്ടും വയറ് നിറയില്ല. വയറ് കൂടുതൽ ചുരുങ്ങുകയേ ഉള്ളൂ. ശിവബാബയെ ഓർമ്മിക്കുന്നതിലൂടെ വയറ് നിറയും. ഈ ദാതയെ ഓർമ്മിച്ചാലും വയറ് നിറയില്ല. ഓർമ്മിക്കേണ്ടത് ഒരേ ഒരു ആളെയാണ്. ബലിയാകേണ്ടത് ഒരാളിലാണ്. സേവനത്തിനായി യുക്തികൾ രചിക്കണം. സദാ മുഖത്തിലൂടെ പൂക്കൾ വരണം. അഥവാ കല്ലോ മുള്ളോ വരികയാണെങ്കിൽ കല്ലിലും കല്ലാണ്. വളരെ നല്ല ഗുണം ധാരണ ചെയ്യണം. നിങ്ങൾക്കിവിടെ സർവഗുണ സമ്പന്നരായി മാറണം. ശിക്ഷകൾ അനുഭവിക്കുകയാണെങ്കിൽ പിന്നെ നല്ല പദവി ലഭിക്കുകയില്ല. ഇവിടേക്ക് കുട്ടികൾ വരുന്നത് ബാബയിൽ നിന്നും നേരിട്ട് കേൾക്കാനാണ്. ഇവിടെ ബാബ പുതുപുത്തൻ ഉന്മേഷം നിറയ്ക്കുന്നു. സെന്ററിൽ ലഹരി കയറുന്നു. പിന്നീട് വീട്ടിൽ പോയി സംബന്ധികളെ കണ്ടാൽ തീർന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ ബാബയുടെ പരിവാരത്തിലാണ് ഇരിക്കുന്നത്. അവിടെ ആസുരീയ പരിവാരമായിരിക്കും. എത്ര വഴക്കുണ്ടാകുന്നു. അവിടേക്ക് പോകുമ്പോൾ തന്നെ ചെളിക്കുഴിയിൽ പെട്ടതുപോലെയാകും. ഇവിടെ നിങ്ങൾ ബാബയെ മറക്കരുത്. ലോകത്തിൽ സത്യമായ ശാന്തി ആർക്കും ലഭിക്കില്ല. പവിത്രത, സുഖം, ശാന്തി, സമ്പത്ത് എന്നിവ ഒരേ ഒരു ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. ബാബ ആശീർവാദം നൽകുന്നു. ആയുഷ്മാൻ ഭവ, പുത്രവാൻ ഭവ എന്നല്ല. ആശീർവാദത്തിലൂടെ ഒന്നും ലഭിക്കില്ല. ഇത് മനുഷ്യരുടെ തെറ്റാണ്. സന്യാസിമാർക്കും ആശീർവാദം നൽകാൻ സാധിക്കില്ല. ഇന്ന് ആശീർവാദം നൽകുന്നു, നാളെ സ്വയം മരിക്കുന്നു. ഇവിടെ ബാപ്ദാദ നൽകുന്ന ആളാണ്. ബാബ എടുത്തിട്ട് എന്തു ചെയ്യാനാണ്? ബാബ നിരാകാരനല്ലേ, സാകാരത്തിലാണ് സ്വീകരിക്കുക. ഇതും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ ശിവബാബയ്ക്ക് നൽകുകയാണ് എന്നൊരിക്കലും പറയരുത്. ഞങ്ങൾ ശിവബാബയിൽ നിന്നും കോടികൾ നേടി അല്ലാതെ കൊടുക്കുകയല്ല ചെയ്തത്. ബാബ നിങ്ങൾക്ക് അളവില്ലാത്തത്ര നൽകുന്നു. ശിവബാബ ദാതാവാണ്. നിങ്ങൾ അവർക്ക് എങ്ങനെ നൽകും? ഞാൻ നൽകി എന്ന് കരുതുന്നതിലൂടെയും ദേഹാഭിമാനം വരും. നമ്മൾ ശിവബാബയിൽ നിന്നും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാബയുടെ പക്കലേക്ക് ഇത്രയും കുട്ടികൾ വരുന്നു. വന്ന് താമസിക്കാനുള്ള സൗകര്യം വേണമല്ലോ. നിങ്ങൾ നൽകുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ബാബയ്ക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണോ? രാജധാനിയും നിങ്ങൾക്കാണ് നൽകുന്നത്. അതിനാൽ ചെയ്യേണ്ടതും നിങ്ങളാണ്. നിങ്ങളെ തന്നെക്കാളും ഉയർന്നവരാക്കി മാറ്റുന്നു. ഇങ്ങനെയുള്ള അച്ഛനെ നിങ്ങൾ മറന്നുപോകുന്നു. പകുതി കൽപ്പം പൂജ്യൻ, പകുതി കൽപ്പം പുജാരി. പൂജ്യനായി മാറുന്നതിലൂടെ നിങ്ങൾ സുഖധാമത്തിന്റെ അധികാരിയായി മാറുന്നു. പിന്നീട് പൂജാരിയായി മാറുന്നതിലൂടെ നിങ്ങൾ ദുഃഖധാമത്തിന്റെ അധികാരിയായി മാറുന്നു. ബാബ എപ്പോഴാണ് വന്ന് സ്വർഗം സ്ഥാപന ചെയ്യുന്നത് എന്നതും ആർക്കും അറിയില്ല.
ഈ കാര്യങ്ങൾ നിങ്ങൾ സംഗമയുഗി ബ്രാഹ്മണർക്ക് മാത്രമേ അറിയൂ. ബാബ ഇത്രയും നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നു, എന്നിട്ടും ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. എങ്ങനെയാണോ ബാബ മനസ്സിലാക്കി തരുന്നത് അതുപോലെ യുക്തിപൂർവം മനസ്സിലാക്കി കൊടുക്കണം. പുരുഷാർത്ഥം ചെയ്ത് ഇതുപോലെ ശ്രേഷ്ഠമായി മാറണം. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു, കുട്ടികളിൽ വളരെയധികം ദൈവിക ഗുണങ്ങൾ ഉണ്ടാകണം. ഒരു കാര്യത്തിലും പിണങ്ങരുത്. മുഖം ജഡത്തിന്റേതുപോലെയാക്കി വെക്കരുത്. ബാബ പറയുന്നു, ഇങ്ങനെയുള്ള ഒരു കാര്യവും ഇനി ചെയ്യരുത്. ചണ്ഡിക ദേവിയുടെ ഉത്സവവും നടക്കാറുണ്ട്. ചണ്ഡിക എന്ന് പറയുന്നത് ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കാത്തവരെയാണ്. ആരാണോ ദുഃഖം നൽകുന്നത്, ഇങ്ങനെയുള്ള ചണ്ഡികകളുടെയും ഉത്സവമുണ്ട്. മനുഷ്യർ അജ്ഞാനികളാണല്ലോ, അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. ആരിലും ശക്തിയില്ല, എല്ലാവരും പൊള്ളയാണ്. നിങ്ങൾ ബാബയെ നല്ല രീതിയിൽ ഓർമ്മിക്കുമ്പോൾ ബാബയിലൂടെ നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നു. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോഴും ഒരുപാട് പേരുടെ ബുദ്ധി പുറത്ത് അലഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനാൽ ബാബ പറയുന്നു, ഇവിടെ ചിത്രങ്ങൾക്ക് മുന്നിൽ ഇരിക്കൂ, എങ്കിൽ നിങ്ങളുടെ ബുദ്ധി ഇതിൽ ബിസിയാകും. സൃഷ്ടിചക്രവും ഏണിപ്പടിയും ഉപയോഗിച്ച് ആർക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ പറയൂ, സത്യയുഗത്തിൽ വളരെ കുറച്ചു മനുഷ്യരെ ഉണ്ടാകൂ. ഇപ്പോഴാണെങ്കിൽ അനേകം മനുഷ്യരുണ്ട്. ബാബ പറയുന്നു, ഞാൻ ബ്രഹ്മാവിലൂടെ പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്യുന്നു, പഴയ ലോകത്തിന്റെ വിനാശം ചെയ്യുന്നു. ഇരുന്നിരുന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. തന്റെ വായ് സ്വയം തന്നെ തുറക്കണം. ഉള്ളിൽ എന്താണോ നടക്കുന്നത് അത് പുറത്തേക്കും കൊണ്ടുവരണം. ഊമയൊന്നുമല്ലല്ലോ. വീട്ടിൽ നിലവിളിക്കാനായി വായി തുറക്കുന്നു, പക്ഷെ ജ്ഞാനം കേൾപ്പിക്കാനായി തുറക്കുന്നില്ല. ചിത്രം എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. തന്റെ വീടിന്റെ മംഗളം ചെയ്യണം എന്ന ധൈര്യം കാട്ടണം. തന്റെ മുറി ചിത്രങ്ങളാൽ അലങ്കരിക്കൂ, എങ്കിൽ നിങ്ങൾ ബിസിയായിരിക്കും. ഇത് നിങ്ങളുടെ ലൈബ്രറിയാകും. മറ്റുള്ളവരുടെ മംഗളം ചെയ്യുന്നതിനായി ചിത്രങ്ങൾ ഉപയോഗിക്കണം. ആര് വന്നാലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾക്ക് വളരെയധികം സേവനം ചെയ്യാൻ സാധിക്കും. കുറച്ചു കേട്ടാലും പ്രജയായി മാറും. ബാബ ഉന്നതിക്കായി ഇത്രയും യുക്തികൾ പറഞ്ഞു തരുന്നു. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. അല്ലാതെ ഗംഗയിൽ ചെന്ന് മുഴുവനായും മുങ്ങിയാലും വികർമ്മം നശിക്കുകയില്ല. ഇതെല്ലാം അന്ധവിശ്വാസമാണ്. ഹരിദ്വാറിൽ മുഴുവൻ നഗരത്തിലെയും അഴുക്ക് വന്ന് ഗംഗയിൽ അടിയുന്നു. സാഗരത്തിൽ എത്ര അഴുക്കാണ് അടിയുന്നത്? നദികളിലും അഴുക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിലൂടെ എങ്ങനെ പാവനമാകാൻ സാധിക്കും? മായ എല്ലാവരെയും തീർത്തും വിവേകമില്ലാത്തവരാക്കി മാറ്റി. ബാബ കുട്ടികളോട് പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. നിങ്ങളുടെ ശരീരത്തിന്റെ ലൗകിക പിതാവ് ഉണ്ടായിട്ടും അല്ലയോ പതിതപാവന വരൂ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആത്മാവ് എന്നെ വിളിക്കുന്നില്ലേ? പതിതപാവനൻ ഒരേ ഒരു ബാബയാണ്. ഇപ്പോൾ നമ്മൾ ആ പതിതപാവനനായ ബാബയെ ഓർമ്മിക്കുന്നു. ജീവൻ മുക്തി ദാതാവ് ഒരേ ഒരാളാണ്, രണ്ടാമതായി ആരുമില്ല. ഇത്രയും സഹജമായ കാര്യത്തിന്റെ അർത്ഥം പോലും മനസ്സിലാക്കുന്നില്ല. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. വായിൽ നിന്നും ജ്ഞാനരത്നങ്ങൾ വരുന്നതിനുള്ള പ്രാക്ടീസ് ചെയ്യണം. ഒരിക്കലും വായിൽ നിന്ന് മുള്ളോ കല്ലോ വരരുത്. തന്റെയും വീടിന്റെയും മംഗളം ചെയ്യുന്നതിനായി വീട് ചിത്രങ്ങളാൽ അലങ്കരിക്കണം. അതിനെക്കുറിച്ച് വിചാരസാഗര മന്ഥനം ചെയ്ത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ബിസിയായി ഇരിക്കണം. 2. ബാബയിൽ നിന്നും ആശീർവാദം ചോദിക്കുന്നതിനു പകരം ബാബയുടെ ശ്രേഷ്ഠമതമനുസരിച്ച് നടക്കണം. ബലിയാകുന്നത് ശിവബാബയാണ്.
അതിനാൽ ബാബയെ തന്നെ ഓർമ്മിക്കണം. ഞാൻ ബാബയ്ക്ക് ഇത്ര നൽകി എന്ന അഭിമാനം വരരുത്. വരദാനം: ബാപ്സമാൻ സ്ഥിതിയിലൂടെ സമയത്തെ സമീപത്തേക്ക് കൊണ്ടുവരുന്ന തതത്വം എന്ന വരദാനം പ്രാപ്തമാക്കിയവരായി ഭവിക്കട്ടെ. ഞാനെന്ന ഭാവം ഇല്ലാതാക്കുക അർത്ഥം ബാപ്സമാൻ സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സമയത്തെ സമീപത്തേക്ക് കൊണ്ടുവരിക എന്നാണ്. തന്റെ ദേഹത്തിലോ ഏതെങ്കിലും വസ്തുവിലോ ആകർഷണമുണ്ടെങ്കിൽ അവിടെ സമാനമാകുന്നതിന്റെ ശതമാനം കുറയും. ശതമാനം കുറയുക എന്നാൽ കുറവുകൾ, അതായത് ഡിഫക്റ്റ് ഉണ്ട് എന്നാണ് അർത്ഥം. ഇങ്ങനെയുള്ള കുറവുകൾ ഉള്ളവർക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആകാൻ കഴിയില്ല. പെർഫെക്റ്റ് ആകാനായി ബാബയുടെ സ്നേഹത്തിൽ സദാ ലവലീനമായി ഇരിക്കൂ. സദാ സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്നതിലൂടെ സഹജമായി മറ്റുള്ളവരെയും തനിക്ക് സമാനം അല്ലെങ്കിൽ ബാപ് സമാനാക്കി മാറ്റാൻ കഴിയും. ബാപ് ദാദ തന്റെ ലവ്ലിയും ലവ്ലീനവുമായിരിക്കുന്ന കുട്ടികൾക്ക് സദാ തതത്വം എന്ന വരദാനം നൽകുന്നു. സ്ലോഗൻ: അഭിപ്രായങ്ങൾക്ക് പരസ്പരം ആദരവ് നൽകുകയാണെങ്കിൽ സ്വയത്തിന്റെ റെക്കോർഡ് നല്ലതായി മാറും. അവ്യക്ത സൂചന: സ്വയത്തിനു വേണ്ടിയും സർവർക്ക് വേണ്ടിയും മനസ്സുകൊണ്ട് യോഗത്തിന്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. മനസാ സേവനത്തിനായി മനസ്സും ബുദ്ധിയും വ്യർത്ഥം ചിന്തിക്കുന്നതിൽ നിന്നും മുക്തമാക്കി വെക്കണം. മന്മനാഭവ മന്ത്രത്തിന്റെ സഹജരൂപമായി മാറുകയും വേണം. ഏത് ആത്മാക്കളുടെ മനസ്സ് അഥവാ സങ്കല്പങ്ങളാണോ ശ്രേഷ്ഠവും ശക്തിശാലിയുമായിട്ടുള്ളത്, ശുഭഭാവനയും ശുഭകാമനയുമുള്ളത്, അവർക്ക് മനസ്സുകൊണ്ട് ശക്തികളുടെ ദാനം നൽകാൻ കഴിയും. ഓം ശാന്തി.